ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. അപ്പോൾ ഇത് ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കുറച്ച് നേരം വൈകിയെന്നറിയാം. ഈ വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷം ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് സമയമൊക്കെ കിട്ടിയത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പോണത്. പിന്നെ അന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അത്. അങ്ങനെ ദേ കാലത്ത് തന്നെ ദേ ചായ കുടിക്കേണ്ട. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് പുട്ടും അതേപോലെ തന്നെ കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഉണ്ടാവാറില്ല, കാരണം ഇവിടെ അമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക തരം ഒരു മടിയാണ് കേട്ടോ. ഒന്നും ചെയ്യാനായിട്ട് തോന്നാറില്ല. ഭയങ്കര മടിച്ചാണ് കേട്ടോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ. മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പണിയെടുക്കാൻ വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ വേറെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എന്തായാലും ചെയ്യണമല്ലോ. പിന്നെ ഇവിടെ ആകുമ്പോൾ ഉണ്ണീനെ എടുക്കാനായിട്ടും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ചിക്കനും നെയ്ച്ചോറും വെക്കാമെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് ഇഞ്ചിയുടെ തൊലിയൊക്കെ കളയുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഉണ്ണി ഉറങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ വല്ല പണികളും ചെയ്ത് സഹായിക്കാമെന്നല്ലാണ്ട് അടുക്കളയ്ക്ക് കയറണേ പണി എനിക്കില്ല. പിന്നെ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനോ അതല്ല വല്ല ചായ വെക്കാനോ അങ്ങനെ ചെറിയ ചെറിയ പണികൾക്ക് മാത്രമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കയറാറുള്ളത്. അങ്ങനെ കാലത്ത് തന്നെ അമ്മ അതേ മിറ്റൊക്കെ അടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ആ ചെടിത്തോട്ടമൊക്കെ അമ്മ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ചെടിച്ചട്ടികൾ അങ്ങോട്ട് കൊണ്ട് മാറ്റി വെക്കണ ചെടി പറിച്ച് നടന്നൊക്കെ പണി കാലത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനതേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചതിന് ശേഷം പിന്നെ ചിക്കൻ കറിക്കുള്ള തക്കാളിയും അതേപോലെ തന്നെ സബോളയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വേഗം അതേ തക്കാളിയൊക്കെ കഴുകി നീളത്തിലൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കറി വെക്കേണ്ടല്ലോ ഉള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനിത് വേഗം ഒന്ന് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അതേ കുറച്ച് സബോള ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതേ തൊലിയൊക്കെ കളഞ്ഞ് അതും അരിഞ്ഞിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമുക്ക് വേഗം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണല്ലോ. ചില ദിവസങ്ങളിൽ ഉണ്ണി കാലത്ത് കുറേ നേരം ഇറങ്ങും കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാനുണ്ടെങ്കിലോ അതല്ല വേറെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ചില ദിവസങ്ങളിലൊക്കെ പറ്റാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് എനിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല, നല്ല ഉറക്കമായിരുന്നു കാലത്തൊക്കെ. അങ്ങനെ ദേ തക്കാളിയും സബോള ഇഞ്ചിയും ഒക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഉമ്മാറൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ആ വേസ്റ്റൊക്കെ ഞാൻ ചെടിയുടെ കടക്കലായിട്ട് കൊണ്ടുപോട്ടു കേട്ടോ. അപ്പോൾ ചെടിക്ക് ഒരു വളമാണല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ അടിച്ചു വരി തുടയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ വേഗം തന്നെ അതേ ഓരോരോ സ്ഥലങ്ങൾ വേഗം അടിച്ചു വരണുണ്ട്. അപ്പോൾ ഈ നേരത്തായാലും ഉണ്ണി എണിച്ചിട്ടില്ല കേട്ടോ. അതായത് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആൾ. അങ്ങനെ ഉറങ്ങട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ പിന്നെ ഉമ്മാറൊക്കെ അടിച്ചു വരി അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ എത്ര നമ്മൾ അടിച്ചു വാരിയിട്ടാലും പെട്ടെന്ന് തന്നെ ഉമ്മാർത്തേക്ക് പൊടിയും അതേപോലെ തന്നെ കരിയിലൊക്കെ വരാറുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റായതുകൊണ്ട് പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ ഉമ്മാർത്തേക്ക് അകത്തേക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നേരെ ഞാൻ വേഗം തുടയ്ക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ അകവും ഉമ്മാരോ അടുക്കളൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിക്കാനായിട്ട് പോയിട്ടോ. ഇന്ന് ഞാൻ തലയൊന്നും നനച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ നനച്ചതായിരുന്നു, തലേ ദിവസം നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നരാടായിട്ടാണ് കേട്ടോ തല കഴുകാറുള്ളത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമല്ല കേട്ടോ. അതുകൊണ്ട് തലയൊന്നും കഴുകാനായിട്ട് നിന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഞാൻ കുറച്ചധികം ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ തിരുമ്മിയിട്ട് തോരയിടുകയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ നല്ല രീതിക്ക് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ എന്നും ഉണ്ടാവും ഒരു ലോഡ് ഡ്രസ്സ്, ഈ പുതപ്പും അതേപോലെ തന്നെ ഉണ്ണിയുടെ ചെറിയ ചെറിയ ട്രൗസറും ഉടുപ്പുകളൊക്കെ കുറേ ഉണ്ടാവും. അങ്ങനെ തോരയിടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ കുറച്ച് സ്കിൻ കെയറും അതേപോലെ തന്നെ ഹെയർ കെയറൊക്കെ ചെയ്യാണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നേരെ ഈ ഒരു കേക്ക് കഴിക്കാനായിട്ടിരുന്നു. ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ ഒരു കേക്കൊക്കെ ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഓവനോ ബീറ്ററോ അതേപോലെ തന്നെ മെഷറിംഗ് കപ്പ് ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മളെ വീട്ടിലുള്ള ഒരു ഗ്ലാസും സ്പൂണും ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയൊരു ബനാന കേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ ഇത് അപ്പോഴത്തേക്ക് നെയ്ച്ചോറിലേക്കുള്ള തൈരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഊണ് വയ്ക്കേണ്ട നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇത് നെയ്ച്ചോറ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ റൈസ് കുക്കറിൽ ഇതുപോലത്തെ നെയ്ച്ചോറ് വെക്കണത് കേട്ടോ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചോറ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും
ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വേവ് കുറേ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. കറക്റ്റ് ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതാ തൈര് ഇവിടെ ഉണ്ട്. പിന്നെ അതേ മാങ്ങാച്ചാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതേ ഓരോ പ്ലേറ്റിലായിട്ട് വിളമ്പി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറാട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ഇതേ ഓരോരുത്തരുടെ പ്ലേറ്റിലായിട്ട് ഇതേപോലെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും അതേപോലെ തന്നെ ചിക്കൻ കറിയും തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഇവർക്ക് ആർക്കും അങ്ങനെ വീഡിയോയിൽ ഇഷ്ടമല്ലേ വരാനായിട്ട്. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ചമ്മലാണ് കേട്ടോ വീഡിയോയിലൊക്കെ വരാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ മിക്ക വീഡിയോസിലും ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പോൾ അവരെയൊന്നും അങ്ങനെ കാണാത്തത് കേട്ടോ. പിന്നെ ഞാൻ അറിയാണ്ടൊക്കെ എടുക്കണതാണ് കേട്ടോ. അതൊക്കെയാണ് ചെറിയ ചെറിയ ക്ലിപ്സായിട്ട് ഇതിൽ ആഡ് ചെയ്യണത്. പിന്നെ അതേ ഗീതുമോളും ഏട്ടനൊക്കെ അതേ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞാൻ അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ട. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്കായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനമൊക്കെ കുറേ നേരം പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അതേ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കെടുക്കുക കേട്ടോ. അങ്ങനെ അതേ ചേച്ചി അനിയത്തും കൂടിയിട്ട് കുറച്ച് നേരമൊക്കെ കളിയാണ് കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം എണീറ്റ് നോക്കി നേരെ അടുക്കളയ്ക്ക് പോയപ്പോഴാണ് അമ്മ അതേ കൂവ കുറച്ച് മുന്നേ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട്സ് എങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അമ്മ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ അതേ അമ്മ അതേ മിക്സിയിൽ അരച്ച് അതിൻ്റെ നീരൊക്കെ എടുത്തത് അരിച്ച് സെറ്റാക്കുന്ന പരിപാടിയാണ് കേട്ടോ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരെ ഉമ്മാരത്തേക്ക് പോയി ചെന്ന് നോക്കിയപ്പോൾ അതെ ഇവിടെ അതേ രണ്ടാളും കൂടിയിട്ട് തോട്ടിയൊക്കെ വെച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ഇതേപോലെ അരിഞ്ഞിട്ട് ഉപ്പും മുളകും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് ഇത് കഴിക്കാനുള്ള പാകത്തിൽ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടാളെയും കാണാനുണ്ടായിരുന്നില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എന്നിട്ട് നോക്കുമ്പോൾ ഇവരിതേ ഈ മാങ്ങ പൊട്ടിക്കാനായിട്ട് പറമ്പിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിക്കാനുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് മാങ്ങയൊക്കെ ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആ പാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഈ ഒരു ക്ലിപ്പൊക്കെ കൊടുത്തിട്ട് ആളെന്നെ ഒന്ന് അവിടെ സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അവൾക്ക് അത് പിടിക്കണം, അതേപോലെ അതൊക്കെ വായിലിടണം. ഇതാണ് ഇപ്പോഴത്തെ ഓരോരോ മെയിനായിട്ടുള്ള പണികളും. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് കമിഴ്ന്നിട്ട് നീന്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞാൽ നീന്തി പോയിട്ട് അതിങ്ങനെ എടുക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ മോൾക്ക് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഓരോരോ മാറ്റങ്ങൾ അവർക്ക് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോടാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഉണ്ണി ഇതെൻ്റെ മുഖത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞ് ആ ചേച്ചി പിന്നെ അങ്ങനെ പോയിട്ട് അപ്പോൾ ഉണ്ണിയോട് എന്തൊക്കെ ചോദിക്കണമൊക്കെ ഉണ്ട്. ആളപ്പോൾ അത് അണ്ടം വിട്ട പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേതേ അമ്മയുടെ ചെടിക്കൊക്കെ നനയ്ക്കട്ടെ. അമ്മയ്ക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ പൂക്കളിടുന്നത് മാത്രമല്ല പച്ചക്കറി ഇലയൊക്കെ നട്ടുപിടിപ്പിക്കാനും നനയ്ക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ അമ്മ ഇതേപോലെ ചെടികളൊക്കെ നനച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗീതുമോളും പിന്നെ ഏട്ടനും വലിയമ്മയൊക്കെ കൂടിയിട്ട് ഇവർ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു 5 മണിക്കാവുന്ന സമയത്ത് ഞാനത് കാലത്ത് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും പിന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ ചായ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചില ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ചായ കുടിക്കണ പണിയുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഇന്നതേ ആ ഒരു നേരത്ത് പുട്ടും ചിക്കൻ കറിയും പിന്നെ കുറച്ച് വെള്ളമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റില്ല. അപ്പോൾ ഞാനിത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗീതുമോൾക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പുറത്ത് പോയിട്ട് എന്തൊക്കെ കഴിച്ചു എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഈ ഒരു നേരമൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ണി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഒരു 6:30 7 മണി ആ ഒരു ടൈമിൽ ചീട്ട് കളിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ചീട്ടൊക്കെ ഞങ്ങൾ കളിക്കാറുണ്ട് കേട്ടോ. ചീട്ട് അതേപോലെ തന്നെ ക്യാരംസ് പിന്നെ ഇറുക്കിളി വെച്ചിട്ടുള്ള നൂറാങ്കോല അങ്ങനത്തെ ചില കളികളും ഇതേപോലെ നേരം പോകണില്ലെങ്കിൽ ഞങ്ങൾ കളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ ഇത് കിട്ടാണ്ടായി ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു കാർഡൊക്കെ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിൽ വായിലിട്ടിട്ട് ഒരു വിധാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഏതെങ്കിലും ഒരു കാർഡ് നമ്മൾ നിലത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ മോൾക്ക് അതും വേണം. അതിന് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഇതൊക്കെയാണ് ആളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ചില പണികളെന്ന് പറയുന്നത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം വായിലേക്ക് കൊണ്ടുപോകും. ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമാണ് കേട്ടോ അത് സാധനം കിട്ടണ വരെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ട് അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഞാനായിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കളിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കളിയിലൊക്കെ ജയിച്ചിട്ടാണ്.
പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ണി ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇതേ മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകിട്ട് തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് ഓരോ സെക്ഷനായിട്ട് ഇതേ മടക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണീനെ മേലെഴുകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേലൊക്കെ കഴുകിച്ച് പിന്നെ ഉണ്ണീനെ ഞാൻ അനിയൻ്റെ കയ്യിൽ കൊടുത്തിട്ടു. അപ്പോൾ അനിയൻ്റെ അടുത്ത് കുറേ നേരം അവൾ ഇരിക്കും കേട്ടോ കളിച്ചിട്ട്. അങ്ങനെ ആരുടെ അടുത്തേക്ക് അങ്ങനെ പോകാനായിട്ട് മടിയൊന്നുമില്ല കേട്ടോ. ആരുടെ അടുത്തേക്ക് വേണമെങ്കിൽ പോവും, കുറേ നേരം ഇരുന്ന് കളിക്കും. പിന്നെ ആൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാലൊക്കെ ഭയങ്കരമായിട്ട് കരച്ചിൽ ബഹളമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾ പാൽ കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് ചപ്പാത്തിയും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് എൻ്റെ ഹെയർ കെയർ ഒക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മുടിയിൽ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കി ഒരു ഓയിലൊക്കെ തേക്കാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ച് അങ്ങനെ പിന്നെ നേരെ ഞാൻ കിടക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയണത്. ആഘോഷം എന്ന് പറയാനായിട്ടൊന്നുമില്ല, എന്നാൽ ന്യൂ ഇയറിൻ്റെ അന്നത്തെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.